പാലക്കാട് എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയ്ക്ക് വെള്ളം നൽകുന്നതിന് ബുദ്ധിമുട്ടില്ല എന്ന് വാട്ടർ അതോറിറ്റി. കിൻഫ്രയ്ക്ക് നൽകുന്ന 10 MLD-യിൽ നിന്നും ഒയാസിസ് കമ്പനിക്ക് വെള്ളം നൽകുന്നതിന് ബുദ്ധിമുട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടി വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കത്തിന്റെ പകർപ്പ് 24-ന് കിട്ടി. നിഖിൽ പ്രമേഷ് വിവരങ്ങൾ മറ്റൊരു. നിഖിൽ, 1-2 ദിവസം മുൻപാണ് ജല അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ ഒയാസിസിന് നൽകാൻ തൽക്കാലം വെള്ളമില്ല എന്ന് നമ്മളോട് മൈക്കിന് മുന്നിൽ പറഞ്ഞത്, അല്ലെങ്കിൽ ക്യാമറയിൽ പറഞ്ഞത്. ഈ കത്തിൽ പറയുന്നത് എന്താണ്? ഹഷ്മി, കത്തിൽ വ്യക്തമാക്കുന്നത് ഈ ഒയാസിസ് കമ്പനിക്ക് മദ്യനിർമ്മാണത്തിന് വെള്ളം നൽകാൻ ബുദ്ധിമുട്ടില്ല, അതായത് കിൻഫ്രയ്ക്ക് നൽകുന്ന വെള്ളത്തിൻ്റെ ഒരു അളവ് നൽകുന്നതിന് ബുദ്ധിമുട്ടില്ല എന്നാണ് വിവരാവകാശ നിയമപ്രകാരം നൽകിയിട്ടുള്ള മറുപടിയിൽ പറയുന്നൊരു കാര്യം. പക്ഷേ ഇതിലും ചില വൈരുദ്ധ്യങ്ങളുണ്ട് എന്നാണ് നമ്മളത് കൃത്യമായി വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിലിപ്പോൾ മറ്റു കുടിവെള്ള പദ്ധതികളെ ബാധിക്കാത്ത തരത്തിൽ തന്നെ ഈ മദ്യനിർമ്മാണശാലയ്ക്ക് വേണമെങ്കിൽ വെള്ളം നൽകാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ അതിൽ ചില അവ്യക്തതകളുണ്ട് എന്നാണ് അത് ആ വിവരാവകാശ മറുപടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ശ്രീ ബോബൻ മാട്ടുവന്ത, പൊതുപ്രവർത്തകൻ, നമ്മളോടൊപ്പം ഉണ്ട്. അതിൽ ആ ഉത്തരവിൽ ഇപ്പോൾ ഏറ്റവും പുതിയൊരു ഉത്തരവാണല്ലോ അത്, അതിൽ പറയുന്നതിൽ ചില അവ്യക്തതകളുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണത്? ഇതിൽ കൃത്യമായി വാട്ടർ അതോറിറ്റി സർക്കാരിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഇത്തരത്തിലുള്ളൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ഉപഭോക്താവ് എന്നുള്ള നിലയിൽ വാട്ടർ അതോറിറ്റി എനിക്ക് തരുന്ന ജലത്തിന് മീറ്റർ റീഡിംഗ് അടിസ്ഥാനമാക്കിയാണ് പണം ഈടാക്കുന്നത്. എന്നാൽ ഇറിഗേഷൻ വകുപ്പിൻ്റെ കയ്യിൽ നിന്നും വാട്ടർ അതോറിറ്റി വാങ്ങുന്നു എന്ന് പറയുന്ന ഈ 96 MLD ജലം എങ്ങനെ അളന്നെടുക്കുന്നു എന്നത് സുപ്രധാനമാണ്. ഇവിടെ അളന്നെടുക്കാൻ സൗകര്യവും സംവിധാനവും ഇല്ലെന്ന് വ്യക്തമാക്കി ഇറിഗേഷൻ ചീഫ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തന്നെ കലക്ടർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം വാട്ടർ അതോറിറ്റിയുടെ വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നത് ഈ രേഖ അത്തരത്തിലുള്ള രേഖയാണ്. ഇതിൽ വ്യക്തമാക്കുന്നത് അളന്നെടുക്കാൻ സൗകര്യമില്ല. അപ്പോൾ സ്വാഭാവികമായും ഇറിഗേഷൻ വകുപ്പിൻ്റെ കയ്യിൽ നിന്നും അളന്നെടുക്കാത്ത ജലം അപ്പോൾ അമിതമായി ചൂഷണം ചെയ്യുക എന്ന ഒരു പ്രക്രിയയ്ക്ക് വാട്ടർ അതോറിറ്റിയും സർക്കാരിനൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്യേണ്ടത്, ആദ്യം ഈ വിഷയത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ വാട്ടർ അതോറിറ്റി ജലം അളന്നെടുക്കാൻ തയ്യാറാകണം. അതോടൊപ്പം ഈ ഇറിഗേഷൻ വകുപ്പ് കൊടുക്കുന്ന ജലം അളന്നു കൊടുക്കാൻ തയ്യാറായി അവിടെ ഫ്ലോ മീറ്ററോ ബൾക്ക് മീറ്ററോ സ്ഥാപിക്കാനാണ് ആദ്യം തയ്യാറാകേണ്ടത്. അത്തരത്തിൽ മീറ്റർ സ്ഥാപിച്ചാൽ ഈ ജലത്തിൻ്റെ വിതരണത്തിൽ ഇവർ പറയുന്ന കണക്കുകളെല്ലാം തെറ്റാണെന്ന് ബോധ്യപ്പെടും. ഇവിടെ കണക്കില്ലാതെ ധാരാളം ലിറ്റർ കണക്കിന് വെള്ളം കഞ്ചിക്കോട്ടെ പല കമ്പനികൾക്കും ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ഇത്തരത്തിൽ കണക്കില്ലാതെ ചോർത്തി കൊടുക്കുന്നത്. ഇതിലൂടെ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരും ഇറിഗേഷൻ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരും ലക്ഷക്കണക്കിന് രൂപയാണ് പ്രതിമാസം സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന് തടസ്സം വരുമെന്ന് കരുതിയാണ് ഈ ഫ്ലോ മീറ്ററോ ബൾക്ക് മീറ്ററോ സ്ഥാപിക്കാത്തത്. അപ്പോൾ ഇത്തരത്തിൽ സുതാര്യമല്ലാത്ത കണക്കുകളാണ് ഇത്തരത്തിൽ വാട്ടർ അതോറിറ്റി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ മദ്യനിർമ്മാണശാലയ്ക്ക് നൽകാൻ വെള്ളമില്ല നിലവിൽ പാലക്കാട് എന്ന് സൂചിപ്പിച്ച എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു മറുപടി, ഒരു വിവരാവകാശ പ്രകാരം ചോദ്യം പറഞ്ഞത് കൊടുക്കാൻ വെള്ളമില്ലെന്നാണ്. ഇന്നിപ്പോൾ കത്തിൽ പറയുന്നത് കൊടുക്കാൻ വെള്ളം ഉണ്ടെന്നാണ്. എന്താണ് സത്യമെന്ന് ജല അതോറിറ്റി പറയട്ടെ.